മോശമായ കാലവർഷമടക്കമുള്ള ബാഹ്യകാരണങ്ങളാണ് വളർച്ചയെ ബാധിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ട് പരിഷ്കരണങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ രാസവളത്തിനും അവശ്യ ഭക്ഷ്യസാധനങ്ങൾക്കുമുള്ള സബ്സിഡി എടുത്തുകളയുകയോ ഏകീകരിക്കുകയോ വേണമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ ആദ്യ സാമ്പത്തിക സർവേ പറയുന്നു. കാർഷികോൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിക്കുന്നത് ഭക്ഷ്യവിലക്കയറ്റത്തിന് കാരണമാകും. കാർഷികോൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കാനും അവ സൂക്ഷിക്കാനും ഇന്ത്യക്കകത്തും പുറത്തും അത് വിൽക്കാനുമുള്ള പൂർണ്ണ അവകാശം കർഷകർക്ക് വിട്ടുനൽകണം. ഇന്ധനവില വിപണിയുടെ കയറ്റിറക്കങ്ങൾക്കനുസരിച്ചാണ് മാറേണ്ടത്. ഇതിൽ സർക്കാർ ഇടപെടൽ ആവശ്യമില്ല. സാമൂഹ്യക്ഷേമ പദ്ധതികൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം തുടങ്ങി സാമ്പത്തിക മേഖലയിലെ ഉദാരീകരണ നിർദ്ദേശങ്ങളാണ് അരുൺ ജെയ്റ്റ്ലി മുന്നോട്ട് വച്ചത്. അടുത്ത 5 വർഷം 50,000 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകണമെന്നും വരും വർഷങ്ങളിൽ 88,537 മെഗാവാട്ട് വൈദ്യുതി കൂടുതലായി ഉൽപ്പാദിപ്പിക്കണമെന്നും സർവേ ലക്ഷ്യമിടുന്നു. ധനക്കമ്മി കുറയ്ക്കണമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന സർവേ നികുതി ഘടനയിൽ പരിഷ്കാരവും നിർദ്ദേശിക്കുന്നു. ലളിതവും ഊഹിക്കാൻ എളുപ്പമുള്ളതും സ്ഥിരതയുള്ളതുമാകണം നികുതി ഘടന. മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിനനുസരിച്ച് നികുതിയിലും കയറ്റിറക്കങ്ങൾ വേണം. രാജ്യത്തെ ദരിദ്രാനുപാതം 21.9% കുറഞ്ഞതായി ചൂണ്ടിക്കാണിക്കുന്ന സാമ്പത്തിക സർവേ സേവന മേഖല ഈ വർഷം മെച്ചപ്പെടുമെന്നും പറയുന്നു. ദീർഘകാല വീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകണമെന്നും സാമ്പത്തിക സർവേ പറയുന്നു. ഡി ശ്രീജിത്ത്, മീഡിയ 1, ഡൽഹി.